ടാരോറ്റ് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തലക്കെട്ട് ഇതാണ്: സാമ്പത്തിക കാര്യങ്ങളിൽ എങ്ങനെ വിജയത്തോടെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ഇതിന് നമുക്ക് ആദ്യം ലഭിച്ചിരിക്കുന്നത് ദ ജസ്റ്റിസ് എന്ന മേജർ ആർക്കാന കാർഡാണ്. ഈ കാർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും ഒരു നീതി ദേവതയുടെ പോലെയുള്ള ഒരു ചിത്രം. ഇത് നൽകുന്ന സൂചനകൾ നീതി, നിയമം, സത്യം, ഉത്തരവാദിത്വം, നേര് ഇവയാണ്. സത്യവും നീതിയുക്തവും ആയ ഫലം ലഭിക്കുവാനാണ് സാധ്യത. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വരുംവരായികൾ നോക്കി ചെയ്യുക. തൊഴിൽ സംബന്ധമായി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശുഭകരമായ ഒരു ചുറ്റുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. ജോലിയിൽ സന്തുലിതാവസ്ഥയും കാണാൻ സാധിക്കുന്നു. ധനപരമായി നോക്കിയാലും ഇത് വളരെ നല്ല പോസിറ്റീവ് ഫലം നൽകുന്ന കാർഡാണ്. പോസിറ്റീവായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുവാനും സാധ്യതയുണ്ട്. നീതിബോധത്തോടെ മുന്നോട്ട് നീങ്ങുക. സാമ്പത്തികമായി നല്ല ഇടപാടുകൾ നടത്താൻ സാധിക്കുമെന്നാണ് ഈ കാർഡ് നൽകുന്ന സൂചന. നീതി നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത് കിട്ടിയിരിക്കുന്ന കാർഡ് അതും ധനത്തെ കുറിക്കുന്ന പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന ഭൂമി തത്വ കാർഡാണ്. ധനത്തിനെയും ആരോഗ്യത്തിനെയും ഒക്കെ ഇത് സൂചിപ്പിക്കുന്നു. ഭാവിയിലേക്ക് നോക്കി തൻ്റെ കയ്യിലേക്കുള്ള പെൻറ്റക്കിൾസിനെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളെന്ന് ഈ കാർഡിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. അതിലേക്കുള്ള അവസരങ്ങളും നിങ്ങളുടെ മുന്നിലെത്തും എന്ന സൂചനയാണ് ഈ കാർഡ് നൽകുന്നത്. സാമ്പത്തിക കാര്യങ്ങളിൽ ഉന്നതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അതിൽ ഒരു സ്ഥിരത ഉണ്ടാക്കുക. സാമ്പത്തികമായി ലക്ഷ്യപ്രാപ്തിയിലെത്താൻ ലക്ഷ്യബോധത്തോടെ ഉത്സാഹത്തോടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. പുതിയൊരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത് എന്താണെന്ന് കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് നിങ്ങളെ സാമ്പത്തിക ഉന്നതിയിൽ എത്തിക്കും എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നൽകുന്ന സൂചന. ഇനി അടുത്തതായി ലഭിച്ചിരിക്കുന്നത് 9 ഓഫ് കപ്സ് എന്ന കാർഡാണ്. ഈ 9 എന്നുള്ളത് സഫലീകരണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കാർഡിലെ മഞ്ഞ നിറം പൂർണ്ണമായ സന്തോഷത്തെ കുറിക്കുന്നു. സ്വയം പര്യാപ്തത നേടാൻ കഴിഞ്ഞു എന്നാണ് കാണുന്നത്. സ്വയം സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. 9 എന്ന നമ്പർ സബലീകരണത്തിനെയും വികാസത്തിനെയൊക്കെ കുറിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ മേൽപ്പറഞ്ഞ രീതികൾ അവലംബിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സന്തോഷവും സംതൃപ്തിയും നിറവേറ്റാനാകും. ആഘോഷപൂർവ്വം ഉത്സാഹത്തോടെ ജീവിതം ആസ്വദിക്കാൻ കഴിയും എന്നും ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. ഈ 3 കാർഡുകളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ എന്ത് വർക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നീതിയോടെ നേർമയോടെ മുന്നോട്ട് പോയി പുതിയ അവസരങ്ങൾ ശരിയാവണ്ണം പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ മനസ്സിലുള്ള രീതിയിൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ തീർച്ചയായും യൂണിവേഴ്സിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു റീഡിങ്ങിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.